ആദ്യമേ തന്നെ ഒരു സന്തോഷം പങ്കുവെക്കുകയാണ്. നമ്മൾ ആദിൽ നൂറമാരുടെ ഗെയിം സ്ട്രാറ്റജിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പെരിയാർ തിരിച്ചറിയാത്ത മുഖമൂടികൾ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയ്ക്ക് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഇന്ത്യയിൽ ടോട്ടലി ഹൈപ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ 71ാം സ്ഥാനത്തേക്ക് നമ്മുടെ ഒരു വീഡിയോ വന്നു എന്നുള്ളതാണ്. അതിന് 7 ലക്ഷത്തിന് മുകളിലാണ് ഹൈപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഹൈപ്പ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരോടും ഒരുപാട് നന്ദി. നമ്മൾ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസിന് വരുന്ന ഹൈപ്പ് കണ്ടിട്ട് എൻ്റെ ഹൃദയം തന്നെ വളരെയധികം ഹൈപ്പിലേക്ക് പോകുന്നുണ്ട്. അത്രയും ഹൈപ്പ്, ഈ 5 ലക്ഷം 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് വരുന്നത് അതൊരു ഭയങ്കര കാര്യമാണ്. എന്തായാലും ആ സപ്പോർട്ടിന് ഞാനൊരു നന്ദി പറയുകയാണ്. പിന്നെ നമുക്ക് ഉണ്ണി വ്ളോഗ്സ് ഇനിഫൈൽ എന്ന് പറയുന്ന ഒരു ചാനലും കൂടി ഉണ്ട് കേട്ടോ. ഈ മൂവി റിവ്യൂ കാണുന്ന ആൾക്കാർ അങ്ങനെ ഹൈപ്പ് ചെയ്യില്ലെന്നേ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടൈം കിട്ടുന്നു എന്ന് തോന്നുമ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടതിന് ശേഷം നമ്മളെ കൂടുതൽ സ്നേഹിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ചാനലിലുള്ള നമ്മുടെ റിവ്യൂ വീഡിയോസിന് കൂടി ഇടയ്ക്കൊക്കെ ഹൈപ്പ് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നൊരു സജഷൻ കൂടി ഞാൻ വെക്കുകയാണ്. മുതലെടുപ്പ് അല്ലേന്ന് തോന്നും, അല്ല എന്ന് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഞാനൊരു സഹായം ചോദിച്ചു, നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് പരിഗണിക്കൂ, ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് മനസ്സിൽ വെക്കൂ എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക്, ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 90ാമത്തെ ദിവസം ലാലേട്ടൻ കൂടി വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ആദ്യത്തെ എപ്പിസോഡ്, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഈ എപ്പിസോഡിൽ പല കാര്യങ്ങളും പറയുന്നതിന് മുമ്പ് നമ്മുടെ തൊട്ട് മുമ്പത്തെ വീഡിയോ ഉണ്ട്. അനീഷ് അനുമോൾ പ്രപ്പോസൽ സീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ള 89ാം ദിവസത്തിൻ്റെ അനാലിസിസ് വീഡിയോ. അതിൻ്റെ താഴെ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കമൻറ്റ് പാറ്റേൺ ഉണ്ട്. അതായത് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നു. അതിനെക്കുറിച്ച് വരുന്ന അഭിപ്രായം ഇങ്ങനെയാണ്: ഒരു പെൺകുട്ടി ഒന്ന് അടുത്തിടപഴകിയാൽ തന്നെ അപ്പോഴേ അത് പ്രേമമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു മണ്ടനാണ് അനീഷ്. ഈ കാര്യത്തിൽ അനീഷിൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റുള്ളത്. അനീഷ് പ്രപ്പോസ് ചെയ്തു, അനുമോൾക്ക് അത് റിജക്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഒരു പെൺകുട്ടിക്ക് ഒരു പ്രപ്പോസൽ വരുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോ പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലില്ലേ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു പെൺകുട്ടിക്കെന്നല്ല ആൺകുട്ടിക്കെന്നല്ല ആർക്കാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്കൊരു പ്രപ്പോസൽ വരുന്ന സമയത്തോ, ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി അത് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്തോ, ഏത് സിറ്റുവേഷനിൽ വെച്ചും നമുക്ക് ആ റിലേഷൻഷിപ്പ് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ, അത് തുടങ്ങേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് നോ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നിങ്ങളാണാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളത് ഒന്നും എടുത്തൊരു ചോദ്യമല്ല. ഒരു റിലേഷൻഷിപ്പ് നമുക്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ നോ പറയാം, ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നടക്കാം. പക്ഷേ ഒരു സൗഹൃദം ഉണ്ടാകുമ്പോൾ തന്നെ, അതായത് ഒരു പെൺകുട്ടി അടുത്തിടപഴകി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അടുത്തിടപഴകി കുറച്ച് ദിവസം ഒന്ന് നന്നായി പെരുമാറുന്നത് കാണുമ്പോഴേ നമുക്ക് അയാൾക്ക് എന്നോട് പ്രണയമാണ്, എനിക്ക് അയാളോടും പ്രണയമാണ് എന്ന് തോന്നുക എന്ന് പറയുന്നത് അത് തെറ്റെന്നല്ല, ഒരു വ്യക്തിയുടെ സൗഹൃദങ്ങളുടെ കുറവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളുമായുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവാത്തതുകൊണ്ടാണ്, ഒരു സൗഹൃദപരമായ പെരുമാറ്റം കാണുമ്പോൾ തന്നെ അയ്യോ ഇത് എന്നോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് എന്ന് പറയുന്നൊരു തോന്നലിലേക്ക് വരുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ്. പക്ഷേ ഈ സിറ്റുവേഷനിൽ സംഭവിച്ചത്, അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ സംഭവിച്ചിട്ടുള്ളത് തെറ്റിദ്ധാരണ ഉണ്ടാവുകയല്ല, തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടെ നടന്നിട്ടുള്ളത്. നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരങ്ങേറിക്കൊണ്ടിരുന്ന അനുമോളുടെ ഭാഗത്തുനിന്ന് അനീഷിന് കൊടുത്തുകൊണ്ടിരുന്ന കുറേ സിഗ്നലുകളുണ്ട്. ഇതിങ്ങനെ കാണിക്കുക, അനീഷേട്ടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് പുറകെ നടന്ന് ഈ ഇമോഷൻസ് ഇങ്ങനെ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ചുറ്റുമുള്ള ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുമോൾ ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു, കണ്ണിറുക്കി കാണിക്കുന്നു. ഇത്തരം സിഗ്നലുകൾ അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് അനുമോൾ ഇങ്ങോട്ട് വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അനീഷ് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് സ്വന്തമായി സങ്കല്പിച്ചുണ്ടാക്കുകയല്ല. അനീഷിന് അങ്ങോട്ടേക്ക് മൈൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത സമയത്ത് പോലും അനീഷേട്ടാ എന്ന് വിളിച്ച് വരുത്തി ആവശ്യത്തിൽ കൂടുതൽ ക്രിഞ്ചലും കൊഞ്ചലും ക്യൂട്ട്നെസ്സും ഒക്കെ വാരി വെതറി കുണുങ്ങി അനുമോൾ അനീഷിൻ്റെ ഉള്ളിൽ ഈ ഫീൽ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. സോ ഇവിടെ അനീഷിന് തെറ്റിദ്ധാരണ ഉണ്ടായതല്ല, അനീഷിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അനുമോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. പക്ഷേ ഇത് അനീഷ് ഒരു പ്രപ്പോസലായി മുന്നോട്ട് വരുമ്പോഴേക്കും അനുമോൾ നേരെ പ്ലേറ്റ് മറിക്കുകയാണ്. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല എന്ന് പറയുന്നൊരു കാര്യമാണ്. പക്ഷെ അപ്പോൾ പോലും അനുമോളുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്കായിട്ട് ഫീൽ ചെയ്യുന്നത്, അനുമോൾ അനീഷിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിന് താല്പര്യമില്ല, ഇതിവിടം വെച്ച് മറന്നേക്കണം എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആൻസർ കൊടുത്തിട്ടില്ല. എനിക്ക് പ്രാരാബ്ദമുണ്ടേ, എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല. ശരി നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഇപ്പോൾ പറ്റില്ലായിരിക്കും, ഞാൻ നിങ്ങളോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇഷ്ടത്തിനുള്ള മറുപടി നിങ്ങൾ പറയൂ. അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് പറയൂ. അനുമോൾ ആദിലെയും നൂറയൊക്കെ വിളിച്ചു വരുത്തി ആഘോഷമായി ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അനീഷിനോട് ഇത് നേരിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, ലാലേട്ടൻ ഈ വിഷയം ഈ 90ാമത്തെ ദിവസം എടുത്തിടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പോലും അനുമോളെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. എല്ലാവരും വളരെയധികം വെൽക്കം ചെയ്യുന്ന രീതിയിലാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, ഇൻക്ലൂഡിങ് അക്ബർ. അദ്ദേഹം കൊടുക്കാനുള്ള കൊട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ്, രണ്ടുപേരും ഒരേ സ്വഭാവമാണ്, സ്വന്തം തെറ്റ് അംഗീകരിക്കാത്ത ആളുകളാണ്, അപ്പോൾ അവരെ പടച്ചോനെ ഒന്നിപ്പിക്കാനായിരിക്കും വിധി എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ പോലും അക്ബറും പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. കാരണം ഇവരിതിനെ വെൽക്കം ചെയ്യുന്നത്, ഇവർ നല്ല പെയറായിരിക്കും എന്ന് പറയുന്നൊരു സാധനം വെച്ചിട്ടല്ല.
പ്രശ്നമല്ല. അനുമോൾ എന്തൊക്കെയാണ് അനീഷേട്ടനോട് കാണിച്ചിട്ടുള്ളത്, അനീഷേട്ടൻ്റെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി അനുമോൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയെന്ന് ഇവരെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അനീഷിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രപ്പോസൽ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ശരിയല്ല, ഇങ്ങനെ വസന്തമാണ്, ഈ ഒരു പെൺകുട്ടി ചിരിച്ചു കാണിച്ചപ്പോഴേക്കും അങ്ങ് പ്രേമെന്ന് പറഞ്ഞ് പോയേക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ആളുകൾ ആ ഹൗസിലുണ്ടായിട്ടും അവർ പറയാത്തതിൻ്റെ കാരണം ഇത് തെറ്റിദ്ധാരണയല്ല, തെറ്റിദ്ധരിപ്പിക്കൽ എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അനീഷ് തെറ്റിദ്ധരിച്ചു എന്ന് മാത്രം നിങ്ങൾ പറയരുത്. അനീഷിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു തെറ്റിനെക്കുറിച്ച്, ഒരാൾക്ക് സംഭവിച്ച ഒരു തെറ്റിനെക്കുറിച്ച്, ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാ വശവും നോക്കിയിട്ട് വേണ്ടേ സംസാരിക്കാൻ. മാത്രമല്ല അനുമോൾ പറയുന്നു സഹോദരനെ പോലെയെന്ന്. എനിക്കറിയില്ല കേട്ടോ, ഈ സഹോദരനെ നോക്കിയിട്ട് ഒരു ലവറിന് കൊടുക്കുന്ന എക്സ്പ്രഷൻസും ക്യൂട്ട്നെസ്സും വാരിയിട്ടുകൊണ്ട് അങ്ങനെ വിളിച്ച് എനിക്കെന്തായാലും പറ്റില്ല. നമ്മൾ നേരത്തെ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞതുപോലെ അനുമോൾക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷേ ലാലേട്ടൻ ചോദിക്കുമ്പോഴും അനുമോൾ ആദ്യം കുറച്ച് ക്യൂട്ട്നെസ് ഇടുന്നുണ്ട്, അതിനുശേഷം ഒരു താല്പര്യമില്ലാത്തതുപോലെ പെരുമാറുന്നുണ്ട്. അപ്പോഴും അനീഷിന് മറുപടി കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ ചോറ്റുംപാത്രമൊക്കെ പഴയ ചോറൊക്കെ എടുത്തുകൊണ്ടുവന്ന് മോഹൻലാലിൻ്റെ മുമ്പിൽ വലിച്ചെറിഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ഡയലോഗ് അടിക്കാനൊക്കെ ഗട്ട്സുള്ള, ആരുടെയും മുഖത്ത് നോക്കി എന്തും പറയാവുന്ന, ഏത് സദാചാര കുറ്റകൃത്യവും ചെയ്യാൻ പറ്റുന്ന അനുമോൾ ഈ വിഷയം ലാലേട്ടൻ അവതരിപ്പിക്കുമ്പോൾ ലാലേട്ടാ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒന്നുമില്ല, എനിക്കിങ്ങനെ കൂട്ടിച്ചേർത്ത് പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ല, ഇതെൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കുമെന്ന് എനിക്ക് കൺസേൺ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെയുള്ള ടോക്കുകൾ ഉണ്ടാവണ്ട, എനിക്ക് അനീഷിനോട് അങ്ങനെ ഒരു താല്പര്യമില്ല. അങ്ങനെ അനുമോൾ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ അങ്ങനെ വിടാൻ പറ്റില്ല, എനിക്ക് കുറേ കുൽസിത ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അനുമോളെ ശല്യം ചെയ്യുന്ന ഒരാളല്ല ലാലേട്ടൻ. പക്ഷെ അനുമോൾ എന്താ ചെയ്ത് അവിടെ ഒന്നും അങ്ങനെ പറഞ്ഞില്ല. എന്നിട്ട് മാറിപ്പോയിട്ട് ലാലേട്ടൻ പോയതിനു ശേഷം മേക്കപ്പ് ഇടുന്ന ആ റൂമിൽ വന്ന് ആദിലയോടായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, അനീഷേട്ടൻ എന്തെങ്കിലും പ്രതീക്ഷിക്കുമോ എന്നുള്ളതാണ് എൻ്റെ പേടിയെന്ന്. അനീഷേട്ടാ നിങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് പുള്ളിയോട് മുഖത്ത് നോക്കി പറയണ്ടേ. ലാലേട്ടൻ വന്ന് ഇത് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുമ്പോഴും അങ്ങനെയൊന്നുമില്ല, അനീഷേട്ടൻ അങ്ങനെ പ്രതീക്ഷിക്കരുതെന്ന് പറയണ്ടേ. പക്ഷെ പറയുന്നില്ല. അനീഷേട്ടൻ അങ്ങനെ പ്രതീക്ഷിക്കുമോ എന്നെനിക്ക് പേടിയുണ്ട്. കാരണം അനുമോൾക്ക് ഇതൊരു കണ്ടന്റാണ്. ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങളിലും കുറച്ച് സെൻറ്റിയൊക്കെ അടിക്കാം. എനിക്ക് ചീത്തപ്പേരാവാൻ പോകുന്നു, എൻ്റെ കുടുംബക്കാരെങ്ങനെ തല ഉയർത്തി നടക്കും, ഞാനൊരു കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ, എനിക്ക് വേറൊരു കുടുംബത്തിൽ ചെന്ന് കയറണ്ടേ, ഞാനൊരു പെണ്ണാന്നൊരു 10 പ്രാവശ്യം പറയാൻ വേണ്ടി അനുമോൾക്കുള്ളൊരു കോണ്ടന്റാണിത്. അനീഷുമായിട്ടുള്ള വിഷയം ഇപ്പോൾ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടൊരു പോക്കില്ല. പിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന അനുമോൾ ആദിലോട് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ആലോചനയൊന്നും എനിക്ക് വരില്ല എന്നുള്ളതാണ്. അനുമോൾക്ക് നല്ല ആലോചനകൾ വന്നിരുന്നെങ്കിൽ നമുക്ക് ഫീൽ ചെയ്തൊരു സമയമുണ്ട്. അത് കല്യാണാലോചനയൊന്നുമല്ല, അനുമോളുടെ തലയ്ക്കകത്തുണ്ടാകുന്ന ആലോചനകളില്ലേ, അത് കുറച്ച് നല്ലതായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയൊരു സമയം ഈ ബിഗ് ബോസ് സീസൺ 7 മലയാളം തുടങ്ങിയ സമയങ്ങളിലാണ്. അതിനു മാത്രം സദാചാരങ്ങളും കരച്ചിലും പിഴിച്ചിലും കുടുംബവും എല്ലാം കൊണ്ടുവന്ന് വലിച്ചു വാരിയിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അനുമോൾക്ക് നല്ല ആലോചനകൾ വന്നിരുന്നെങ്കിൽ എന്ന്. അത് കല്യാണാലോചനയല്ല. അനുമോളും ശരിക്കും ചിന്തിക്കേണ്ടത് അതാണ്. ഈ കല്യാണാലോചന നല്ലത് വരുമോ എന്നുള്ളതിനേക്കാൾ തൻ്റെ തലയ്ക്കകത്തുള്ള ആലോചനകൾ നല്ലതാവണേ എന്നുള്ളതാണ്. ലാലേട്ടൻ ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ച സമയത്ത് അനീഷിനോട് എന്ത് മറുപടിയാണ് പറയാനുള്ളതെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അനുമോൾ ക്യൂട്ട്നെസ് ഇട്ട് മെഴുകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു മറുപടി ലാലേട്ടന് കൊടുത്തിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു പക്ഷേ ലാലേട്ട അങ്ങനെ ഒന്നുമില്ല, അത് പുള്ളി ആലോചിച്ചുണ്ടാക്കുന്നതാണ്, എൻ്റെ മനസ്സിൽ പുള്ളിയോട് അങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ അടുത്ത ചോദ്യം വരാൻ പോകുന്നത്. അപ്പോൾ അനുമോൾ ആ കാണിച്ച ഇപ്പോൾ വിഷ്വലിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഇമോഷൻസ് അതെന്തുദ്ദേശിച്ചായിരുന്നു, അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നൊരു ചോദ്യം വരും. അപ്പോൾ അനുമോൾ അത് തമാശയ്ക്കായിരുന്നു എന്ന് പറയേണ്ടി വരും. തമാശയ്ക്കാണ് എന്നവിടെ പറയുമ്പോൾ അനീഷിൻ്റെ ഇമോഷനെ തമാശയായി കണ്ടുകൊണ്ട് അതെടുത്ത് കൈകാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് മാർക്കായിട്ട് അത് മാറും. അനുമോളുടെ വോട്ടിങ്ങിനെ വളരെയധികം അത് ബാധിക്കും. സോ അനുമോളുടെ മുന്നിലുള്ള ഏറ്റവും നല്ല സ്ട്രാറ്റജി കുറച്ച് ധർമ്മസങ്കടത്തിലിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്ത് പറയും, ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ, അയാൾ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, എല്ലാവർക്കും നന്നായിക്കൂടെ എന്നാണ് അനുമോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി കുറച്ച് കണ്ണീരും ക്യൂട്ട്നെസ്സും ഒക്കെ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ബിഗ് ബോസ് കൊടുത്തുവിട്ട 2 ഹാർട്ട് കേക്കുകൾ, ബാക്കിയുള്ളവരുടെ ഇമോഷൻസിനെ കോമഡിയായി കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഗെയിം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന അനുമോൾക്ക് ഈ തിരിച്ച് ഈ ഇമോഷൻസിനെ ഇങ്ങനെ ഡീൽ ചെയ്താൽ എങ്ങനെയിരിക്കും എന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നെയായിരിക്കും ബിഗ് ബോസ് ആ 2 കേക്കുകൾ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന ആൾ എന്നുള്ള ഒരു രീതിയിലാണല്ലോ അനുമോളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. നല്ല കണ്ടന്റ് ആണല്ലോ നീ ഒരുക്കുന്നത്, ഇരിക്കട്ടെ അനക്കൊരു കുതിരപ്പവൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ കേക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ടാവുക. അവിടെയും അനുമോൾ ഒരു ചെറിയ നാടകമൊക്കെ ഇറക്കി നോക്കി. ആദ്യം എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അപ്പോൾ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കാനുള്ള ട്രാക്കാണോ? അല്ല, കുറച്ച് കഴിയുമ്പോൾ ആ കേക്ക് അനുമോൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ ചുരുക്കത്തിൽ അനുമോൾ വിഷയം അത് ബിഗ് ബോസും ലാലേട്ടനും ഹാൻഡിൽ ചെയ്ത രീതിയും എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. തെറ്റിദ്ധരിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ്
തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ള ഒരു ഡയലോഗാണ്. അത് ഞാനിവിടെ സൂക്ഷിക്കുകയാണ്. ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അനീഷ് ഇത് പ്രാങ്ക് വല്ലതും ആണോ? കാര്യം അനുമോളും അങ്ങനെ ഒരു കാര്യം ആ പ്രപ്പോസ് ചെയ്ത ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അനീഷ് പറയുന്നുണ്ട് ഇത് പ്രാങ്ക് ഒന്നുമല്ല, എനിക്ക് ശരിക്കും അങ്ങനെ ഒരു ഫീലിംഗ് തോന്നി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫീലിംഗ് ശരിക്കും അനീഷിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അനുമോളുടെ ഭാഗത്തു നിന്ന് അതിനൊരു താല്പര്യമില്ലായ്മ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു മാനസിക സങ്കടാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരാൻ അനീഷിന് സാധിക്കട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത്. പിന്നെ അനീഷും അനുമോളും കല്യാണം കഴിക്കുമോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡിസ്കഷൻസ്, അല്ലെങ്കിൽ ഇവരുടെ ലവ് ട്രാക്കിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു പേളിയും ശ്രീനിഷും ഉണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാ സീസണിലും പ്രേമങ്ങൾ ഉണ്ടാവുമെന്നും എല്ലാ സീസണിലും പുറത്തിറങ്ങുന്ന രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിക്കുമെന്നൊക്കെ ഇമാജിൻ ചെയ്യുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ അടുത്ത ബിഗ് ബോസ് സീസണിൽ വരുന്നവർക്കും ഇതൊരു ട്രാക്കായിട്ട് ഇറക്കാൻ തോന്നും. അങ്ങനെ ഒരു ലവ് ട്രാക്ക് പിടിച്ചു പോകുക എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഇമോഷൻസിനെ കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അനീഷിന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ചത് കിട്ടാതിരിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന മുറിവ് എത്രത്തോളമാണോ അത് എത്രയും പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് ഇങ്ങനെ സീരിയസ് ആയി ഒരു പ്രപ്പോസൽ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നിട്ടുള്ളത്. മൈൻഡ് ഗെയിമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഗെയിമിംഗ് പരിപാടികൾ നടക്കും. അപ്പോൾ ഒരു എത്തിക്സും പറയാനില്ല, അത് അത്രയും മോശമായിട്ടുള്ള സ്ട്രാറ്റജികൾ വരെ ഉപയോഗിച്ച് കളിക്കുന്ന ആളുകളുള്ള ഈ ബിഗ് ബോസ് ഹൗസിൽ ഒരു 80 ദിവസം കൊണ്ടോ 90 ദിവസം കൊണ്ടോ എനിക്കൊരാളെ ഇഷ്ടമാണ്, എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് നമുക്കത്ര ശോഭനമായൊരു ഭാവിയിലേക്കുള്ള പോക്കാണെന്ന് തോന്നുന്നില്ല. കുറേയും കൂടി ആളുകളെ അടുത്തറിയേണ്ടതുണ്ട്. ഈ ഗെയിം എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് മാറിയിട്ട് റിയൽ ലൈഫിൽ അവരെങ്ങനെയാണ്, അവരുടെ പാസ്റ്റിലുള്ള കാര്യങ്ങൾ, അവരുടെ ഫ്യൂച്ചർ ആഗ്രഹങ്ങൾ, പ്രസൻറ്റിൽ അവരെങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, എത്രത്തോളം റിലേഷൻഷിപ്പ് കോമ്പാറ്റബിൾ ആണ് എന്നൊക്കെ ആലോചിച്ചിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. 40 വയസ്സിനോട് അടുത്ത് നിൽക്കുന്ന അനീഷിനും 30 വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന അനുമോൾക്കും അത് ചിന്തിക്കാൻ പറ്റട്ടെ. ഇനി വരുന്ന കണ്ടസ്റ്റൻസിനും അങ്ങനെ ചിന്തിക്കാൻ പറ്റട്ടെ. അതിപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് മാത്രമല്ല, നമുക്കും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ് ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ എന്നാണ്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും, എന്നിട്ട് നിൻ്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ലൈഫിൽ തിരിച്ചറിവുകൾ ഉണ്ടാവുക, അതിനനുസരിച്ച് ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കുക, മുന്നോട്ടേക്ക് പോവുക, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുക, ഇത്രയൊക്കെയുള്ളൂ ലൈഫിനെ നമ്മൾ അങ്ങനെ നോക്കി കാണുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് വളരെ സീരിയസ് ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നു അത്രത്തോളം ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. എന്തായാലും ഈ ദിവസം എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ലാലേട്ടൻ്റെ ഒരു ക്വിസ് പ്രോഗ്രാമാണ്. മലയാളത്തിനെക്കുറിച്ച്, കേരളത്തിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ചോദ്യങ്ങൾക്ക് പലരും തരുന്ന ഉത്തരങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മളും ലാലേട്ടനും ഒക്കെ, ലാലേട്ടൻ തലയ്ക്ക് കൈ കൊടുക്കാൻ പറ്റുന്നില്ല, നിൽക്കല്ലേ, നമ്മളാകുമ്പോൾ മേശയിൽ കൈ കൊടുത്തിട്ട് നമുക്ക് തലയ്ക്ക് കൈ വെച്ചിരിക്കാമല്ലോ. അങ്ങനെ തലയ്ക്ക് കൈ വെച്ചിരിക്കുന്ന കുറേ ഉത്തരങ്ങളൊക്കെ കേൾക്കുന്നു. ചിലതൊക്കെ ഭയങ്കര രസമായിരുന്നു, ഒരു ഫൺ മോഡിൽ നമുക്ക് കണ്ടിരിക്കാം. അതിൽ ലാലേട്ടൻ പൊക്കുന്ന ഒരു കാര്യം, അനുമോൾ സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ എന്നുള്ളതാണ്. ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി കിട്ടിയ മലയാളി ആരാണ് എന്നുള്ള ചോദ്യത്തിന് അനുമോൾ കിടന്ന് തപ്പുമ്പോഴാണ് ലാലേട്ടൻ ഈ സംസ്കൃതത്തിൻ്റെ കാര്യം എടുത്തിടുന്നത്. പിന്നീട് 1-2 വട്ടം ലാലേട്ടൻ അത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അനുമോളുടെ മറുപടി, എനിക്കറിയാം പക്ഷേ ഇവിടെ വരുമ്പോൾ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് സാരിയുടെ ഏതോ നൂല് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അനുമോൾ നടത്തുന്നത്. അത് ഓരോ തവണ എണീക്കുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. സാധാരണ അനുമോളെ കുറ്റം പറഞ്ഞാൽ അട്ടം നോക്കിയിരിക്കുക എന്ന് പറയുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നേരെ മുകളിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ നോക്കുന്നത് പോലെ. പക്ഷേ പിണങ്ങാൻ അവസരം കൊടുത്തിട്ടില്ലെങ്കിൽ അനുമോൾ കുണുങ്ങലിലേക്ക് കിടക്കും. കുണുങ്ങൽ തല താഴ്ത്തിയിട്ടാണ് നടക്കാറുള്ളത്. അങ്ങനെ അനുമോൾ ഇന്ന് ഒരുപാട് കുണുങ്ങിയ ദിവസമാണ്. പലതരം നല്ല ചോദ്യങ്ങൾക്ക് വിവരം കെട്ട ഉത്തരങ്ങൾ കൊടുക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിലും അനുമോളെ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചതും ഹഠാത് ആകർഷിച്ചതുമായ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് എന്നുള്ള ചോദ്യത്തിന് അനുമോൾ കൊടുക്കുന്ന ഉത്തരം ശൈലജ മാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും സാരിയിലേക്ക് അനുമോളുടെ കൈ പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതെന്ത് ഉത്തരം എന്നുള്ള രീതിയിൽ ലാലേട്ടൻ നോക്കുമ്പോഴും അനുമോൾ പറയുന്നത്, എനിക്കറിയാം, ഞാൻ PSC ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്, എനിക്കിതൊക്കെ അറിയാം, മറന്നുപോയി, ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് താടിയുള്ള ഒരാളിലേക്ക് എത്തി. താടിയുള്ള ആളല്ലേ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് ലാലേട്ടൻ അവിടെ ഇരുത്തുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ, വി ശിവൻകുട്ടിയെ അറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, അദ്ദേഹത്തെ അറിയുക എന്ന് പറയുന്നത്, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഓരോ ഉദ്യോഗസ്ഥരിലേക്കും അതിൽ നിന്ന് ജനപ്രതിനിധികളിലേക്കും ഒക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ പോലും വി ശിവൻകുട്ടിയെ അറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് വിഷമവും ദേഷ്യവും ഒക്കെ തോന്നിയത് ശൈലജ ടീച്ചർ പറഞ്ഞതാണ്. കാരണം നമ്മൾ നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും എന്തൊക്കെ തരം ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും കേരളത്തിനെ ഒരൊറ്റ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ പോലെ ആക്കി മാറ്റിയ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു പേരാണ് ശൈലജ ടീച്ചർ എന്ന് പറയുന്നത്. അവരെ അറിയില്ല, അല്ലെങ്കിൽ അവരേത് വകുപ്പാണ് കൈകാര്യം ചെയ്തത് അറിയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴേ ഇപ്പം അറിവില്ലായ്മ ഒരു ക്യൂട്ട്നെസ്സായി അനുമോൾ എടുത്തിടാൻ ശ്രമിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു വൃത്തികെട്ട ക്യൂട്ട്നെസ് ആയിപ്പോയി. ഇനി അറിവില്ലായ്മയാണെങ്കിലും അതും
ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ ആ സമയങ്ങളിൽ മുഴുവൻ ഇപ്പോൾ കോവിഡിന് ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ആകെ കേൾക്കുന്നത് പിണറായി വിജയനും ശൈലജ ടീച്ചറും മാത്രമാണ്. അങ്ങനെ മലയാളികളുടെ മുഴുവൻ ലൈഫിനെ തൊട്ടിട്ടുള്ള ഒരു പേരുകാരിയെ അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാതിരിക്കുക എന്ന് പറയുന്നത് അതെനിക്കൊരു കുറവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നൂറയെ തേടിയെത്തിയ കർമ്മഫലം എന്ന് പറയുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ക്യാപ്റ്റൻസിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കത്തക്ക രീതിയിൽ ഞാൻ പണിയെടുക്കില്ല എന്നൊക്കെ ഉറക്കെ പ്രഖ്യാപിച്ചിരുന്ന ഒരാളായിരുന്നു നൂറ എന്ന് പറയുന്നത്. നൂറ ഈ ആഴ്ച ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നു. നൂറയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ഒരു ഡിസ്കഷൻ വരുന്നു. അപ്പോൾ നൂറയെ ബുദ്ധിമുട്ടിക്കാതിരുന്ന ആളുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അനീഷ്, സാബുമാൻ, അക്ബർ, നെവിൻ, ബാക്കി എല്ലാവരും നൂറയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉറക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജോലി ചെയ്യാനുള്ള മടിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ലാലേട്ടൻ തിരിച്ചു ചോദിക്കുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ ഒരു ക്യാപ്റ്റൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ 3 ക്യാപ്റ്റന്മാരെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഗ്രൂപ്പായി നടത്തുന്ന സമയത്ത് അവരെത്രത്തോളം കഷ്ടപ്പെട്ടിരുന്നു, പിന്നെ അവരെ അനുസരിക്കാതെ വരുന്ന ടീംമേറ്റ്സിനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് അവർ കൺഫ്യൂഷൻ ആവുന്നു. അങ്ങനത്തെ കുറേ ഫീലിങ്സ് ഉണ്ട്. അതൊക്കെ നൂറ മനസ്സിലാക്കിയല്ലോ എന്നുള്ളതാണ്. വീണ്ടും അടുക്കള ഒരു വിഷയമായിട്ട് വരുന്നുണ്ട്. സാബുമാൻ്റെ നിന്നാണ് തുടങ്ങുന്നത്. അതിലൊരു രസകരമായ കാര്യം, ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്ന സമയത്ത് ഈ സാബുമാൻ്റെ മുണ്ട് ലൂസായിട്ടിരിക്കുകയാണ്. അപ്പോൾ മുണ്ട് വാരി കെട്ടി പൊത്തി പിടിച്ചാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ മുണ്ട് ഉടുത്തോളാൻ, അത് ഒന്ന് മുറുക്കി ഉടുത്തോളാൻ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് സാബുമാൻ നേരെ തിരിഞ്ഞ് നിൽക്കുക. അക്ബറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരെ പുറകിൽ ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറയിൽ ആ വിഷ്വൽ എടുത്ത് വെച്ച് ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്നുണ്ട്. ബ്രില്യൻ ബിഗ് ബോസ് എന്നാണ് പറയാൻ തോന്നുന്നത്. എന്തായാലും സാബുമാൻ്റെ പയർ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ അനുമോളാണ് സാബുമാന് പയർ ഇത്രയും മതി, നീ ചോറ് കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇത്രയും പയർ മതി എന്ന് പറയുന്ന ഒരു ചോദ്യമൊക്കെ ഇടുന്നത്. അതിനെക്കുറിച്ച് ലാലേട്ടൻ ഇങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്ത് നെവിനാണ് എണീറ്റ് എന്ന് പറയുന്നത്, ലാലേട്ട ഇവറ്റകൾക്ക് നാണമില്ലേ ഇപ്പോഴും ഈ പയർ അരി എന്നൊക്കെ പറഞ്ഞ് കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഞാൻ കിച്ചണിൽ കയറിയപ്പോൾ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ലാലേട്ടൻ നെവിനോട് ചോദിക്കുകയാണ് എന്താണ് ഇതിനൊരു പ്രതിവിധി എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ഒരാഴ്ച നെവിൻ ഗെയിം കളിച്ചിട്ടുണ്ട്. ആ ഗെയിം കളിയുടെ ഭാഗമായി സാബുമാൻ പ്രതിസ്ഥാനത്ത് വരികയും നെവിൻ എല്ലാത്തിനും അഭിപ്രായം പറയുന്ന ഒരാളായിട്ട് മാറും എന്നുള്ളത് ഈ ഒരു എപ്പിസോഡ് ത്രൂ ഔട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ച് ലാലേട്ടൻ പൊതുവായ ഒരു അഭിപ്രായം ചോദിക്കുക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ രസമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നെവിനെ എണീപ്പിച്ച് നിർത്തുന്നത്. നെവിനെ ചീത്ത പറയാൻ വേണ്ടി എണീപ്പിച്ച് നിർത്തിയിട്ടില്ല. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ് എന്താണ് ഇതിനൊരു പ്രതിവിധി. അപ്പോൾ നെവിൻ്റെ മറുപടി, ഇവിടെ ഇനി കുക്ക് ചെയ്യണ്ട, ആഹാര സാധനങ്ങൾ കുക്ക് ചെയ്ത് കൊടുത്തയച്ചാൽ മതി എന്നുള്ളതാണ്. അതൊരു നല്ല മറുപടി തന്നെയായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് നിനക്ക് കൊണ്ടുതരാം എന്ന് ലാലേട്ടൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ നെവിനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷിക്കാൻ പറ്റുന്നൊരു കാര്യം, കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഈ ബിഗ് ബാങ് വീക്കിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്ക് ക്യാഷ് ഒന്നും സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ടാസ്ക് നിനക്ക് വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തുള്ള കാറിൽ പോയി പൈസ എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്ന ആ ടാസ്ക്കാണ് നെവിൻ ഏറ്റെടുത്തിട്ടുള്ളത്. അതൊരു നല്ല ജസ്റ്ററായിട്ട് തോന്നി. കാരണം കഴിഞ്ഞ ആഴ്ച നെവിൻ കേട്ടിട്ടുള്ള ചീത്തയിൽ കുറച്ചെങ്കിലും ഒരു സ്കെയില് കുറച്ച് അനുഭവിക്കേണ്ട കാര്യമേ നെവിൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കിട്ടിയ പണിഷ്മെൻറ്റാണ് ഈ ആഴ്ച മുഴുവൻ അയാൾ ഇങ്ങനെ പോകേണ്ടി വന്നത്. അപ്പോൾ പോലും അയാൾ ഗെയിം കളിച്ചു. ഈ വീക്ക് അയാൾ നന്നായിട്ട് കൊണ്ടുപോയി. അത്രയും വീക്കായതിനു ശേഷവും എല്ലാവരും ആയിട്ടൊരു നല്ല റാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അയാൾക്ക് പറ്റിയിട്ടുണ്ട്. അതിനൊക്കെയുള്ളൊരു അപ്രിസിയേഷൻ എന്നുള്ള രീതിയിലാണ് പൈസ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് നെവിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൊടുക്കുന്നത്. മറ്റൊരു കാര്യം, ഈ നോമിനേഷനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് നൂറയുടെ ടിക്കറ്റ് ഫിനാലയിലേക്ക് വരുന്നതാണ്. നൂറയുടെ ടിക്കറ്റ് ഫിനാലെ ആക്ച്വലി ഞാനും വിചാരിച്ചിരുന്നത് നൂറ ഫൈനൽ 5 എത്തി, ഫൈനലിലേക്കുള്ള ഒരു ടിക്കറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഫൈനൽ വീക്കിലേക്ക്, അതായത് ആ ഫിനാലെ വീക്കിലേക്കാണ് നൂറയ്ക്ക് നേരിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ ആഴ്ചത്തെ നോമിനേഷൻ മുക്തിയാണ് അതിലാകെ കിട്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം നൂറ ഫൈനലിലേക്ക് എത്തി എന്നുള്ളതല്ല, ഇനിയും സൂക്ഷിച്ച് തന്നെ കളിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് അവിടെ ഇരുന്ന എല്ലാ ആൾക്കാരും വിചാരിച്ചത് നൂറ ഫൈനലിലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു. ആ തെറ്റിദ്ധാരണ നിങ്ങൾ എന്തിനിങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ തിരുത്തിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലൊരു സ്പോൺസർ ടാസ്കും കൂടി ഉണ്ടായിരുന്നു. മൈജിയുടെ ഒരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് സ്വന്തമാക്കിയത്, മത്സരത്തിലൂടെ സ്വന്തമാക്കിയത് അക്ബർ ആണെങ്കിലും ബാക്കി എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടും എന്നുള്ള രീതിയിലൊരു അനൗൺസ്മെൻറ്റും കൂടി ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അക്ബർ വിൻ ചെയ്തതിന് ശേഷം മറ്റേ വലിയ ചെക്ക് ബുക്ക് പോലത്തെ ഒരു സാധനം കൊടുക്കുമല്ലോ, അത് സ്വീകരിക്കുമ്പോൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന സമയത്ത് അക്ബർ ഷാനവാസിനെ ഹഗ് ചെയ്ത് നിർത്തിയൊരു നിർത്തലുണ്ട്. അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സൗഹൃദമുണ്ട്. അക്ബർ അതിനെ എടുക്കുന്നതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ആ രീതിയിലൊക്കെയാണ് ഞാനത് എൻജോയ് ചെയ്തു. പക്ഷേ അപ്പോൾ പോലും ഈ തോളത്തുള്ള കൈയൊന്ന് വിട്ടിട്ട് വേണമല്ലോ, അല്ലെങ്കിൽ ലാലേട്ടൻ കൂടി പോയിട്ട് വേണമല്ലോ മാറിയിരുന്ന് അക്ബറിനെ കുറച്ച് കുറ്റം പറയാൻ എന്നായിരിക്കും ഷാനവാസ്ക ആലോചിച്ചിട്ടുണ്ടാവുക. കാരണം ഷാനവാസ്കയ്ക്ക് ഒരു ചേഞ്ച് കഴിഞ്ഞൊരു വീക്കിലുടനീളം ഉണ്ടായിരുന്നു എന്ന് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻസിൽ 24 hours ഇത് കാണുന്ന ആളുകളൊക്കെ പറഞ്ഞത് കിട്ടുന്ന സമയങ്ങളിലെല്ലാം മാറിയിരുന്ന് അക്ബറിൻ്റെ കുറ്റം പറയുന്നതിന് ഷാനവാസ്ക ഒരു മുടക്കം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ പോലും അക്ബർ ഷാനവാസ്കയോട് കാണിച്ചിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമുണ്ട്. ദാറ്റ് വാസ് നൈസ്.
പക്ഷേ അത് അർഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മറ്റൊന്ന് സാബുമാനെ ലാലേട്ടൻ പൊക്കി എന്നുള്ളതാണ്. സാബുമാൻ്റെ ആ കരാട്ടെ എക്സ്പ്രഷൻ പരിപാടികളൊക്കെ ലാലേട്ടൻ പൊക്കി ചോദ്യം ചെയ്യുന്നുണ്ട്. സാബുമാൻ്റെ വർത്തമാനത്തിൽ നെവിൻ പ്രൊവോക്ക് ചെയ്തു, ട്രിഗർ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. എന്തായാലും നെവിൻ എണീറ്റ് നിന്ന് നെവിൻ്റെ സൈഡ് വളരെ കൃത്യമായി സംസാരിക്കുന്നുണ്ട്. നമ്മളത് അനാലിസിസ് വീഡിയോയിൽ, തൊട്ട് മുമ്പത്തെ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. നെവിൻ്റെ സൈഡ് ക്ലിയർ ആക്കി. ആ ക്ലിയർ ആക്കുന്ന ഓരോ മൊമെൻറ്റിലും സാബുമാൻ്റെ എക്സ്പ്രഷനൊക്കെ കാണണമായിരുന്നു. സാബുമാൻ കൂടുതൽ ട്രിഗർ ആവുന്നുണ്ടായിരുന്നു. ട്രിഗർ ആവുക എന്ന് പറയുന്നതിനേക്കാൾ സാബുമാൻ നല്ലോണം പൊളിഞ്ഞു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഇത് തന്നെയാണ് ഈ ആഴ്ച നടക്കുമെന്ന് പറഞ്ഞത്. സാധാരണ നെവിനെ പൊക്കി ചീത്ത പറഞ്ഞ ശേഷം അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നത് സാബുമാനോടാണ്. പക്ഷേ ഈ വീക്കെൻഡിൽ സാബുമാനെ പൊക്കി എയറിലാക്കുകയും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നെവിനോട് ചോദിക്കുകയും ചെയ്യാന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അയാൾ ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു. അതിന് അയാൾക്ക് വേണ്ടി വന്നത് വളരെ കുറച്ച് എഫേർട്ട് മാത്രമാണ് എന്ന് തോന്നി. അത്രയും കൃത്യമായിട്ട് സാബുമാനെ നെവിൻ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ടോക്ക് ഒരു മാപ്പ് പറച്ചിൽ എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് മാറുന്നുണ്ട്. കാരണം പല ആളുകളും ഇതുവരെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് പറഞ്ഞ് സോറി ചോദിക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ആദിലോടും അക്ബറിനോടും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തെറ്റുകളൊക്കെ എന്തായാലും കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, ലാസ്റ്റ് ദിവസങ്ങളല്ലേ, അപ്പോൾ ഒരു തെറ്റിദ്ധാരണ വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നാണ്. പക്ഷെ അപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇതിനു മുമ്പും കുറേ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ പോയിട്ടുണ്ടായിരുന്ന എല്ലാ ആളുകളോടും നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ ഗെയിമും ദേഷ്യങ്ങളും എല്ലാം ഇവിടം കൊണ്ട് തീരുന്നു എന്നുള്ള കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഇതൊരു സ്പെഷ്യൽ മാപ്പ് പറച്ചിലല്ലേ. മാത്രമല്ല ഈ മാപ്പ് പറച്ചിലിനെ ഗ്ലോറിഫൈ ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് അടുത്ത പ്രാവശ്യം വരുന്ന കണ്ടസ്റ്റൻസും വായി തോന്നിയ വൃത്തികേടുകളൊക്കെ പറയുകയും വളരെയധികം പേഴ്സണലി അറ്റാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ലാസ്റ്റ് പോകാൻ നേരം മാപ്പ് പറയാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ച് തുടങ്ങും. അത് ഈ ഗെയിമിനെ കൂടുതൽ ഡേർട്ടിയാക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇതിൻ്റെ UA റേറ്റിംഗ് നോക്കിയത്. UA 16+ ആണ്. ബിഗ് ബോസ് സീസൺ 7 മലയാളം എന്ന് പറയുന്നത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ പേരൻ്റൽ ഗൈഡൻസ് നിർബന്ധമാണെന്നുള്ളതാണ്. എന്നിട്ടും കുട്ടികൾ കാണുന്ന ഒരു ഷോയാണിത്. അപ്പോൾ അത്രയധികം ആളുകളെ സ്വാധീനിക്കുന്ന ഒരു ഷോയാണിത്. അവിടെ നമുക്ക് എന്ത് വൃത്തികേടും പറയാം. കുറച്ച് നാൾ കഴിഞ്ഞ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഒരു സോറി പറഞ്ഞാൽ അതങ്ങ് തീർന്നു പോകുമെന്ന് പറയുന്ന പോലത്തെ ഒരു മെസ്സേജായി പോയോ എന്നൊരു സംശയമുണ്ട്. നമുക്കതിനോട് യോജിക്കാൻ പറ്റില്ല. അതുപോലെ നെവിനോട് ഈ അനുമോളുമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്നോട് വന്ന് മാപ്പിരന്നു അവൾ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ അത് സൂചിച്ചിട്ടില്ല. അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ട എന്നുള്ള രീതിയിൽ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. ഈ മാപ്പ് പറച്ചിലുകളിൽ ഒന്നിലും നമുക്കൊരു ആത്മാർത്ഥതയുടെ എലമെൻറ്റ് കാണാൻ പറ്റുന്നില്ല. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡാമേജ്, ചീത്തപ്പേര്, ആക്രമണങ്ങൾ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പേരിനൊരു മാപ്പ് പറയാണോ ഇവർ ചെയ്യുന്നത് എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് പല മാപ്പ് പറച്ചിലുകളും ഉണ്ടാകുന്നത്. കാരണം അത് ആത്മാർത്ഥമായി ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിൽ തെറ്റ് തിരിച്ചറിഞ്ഞ ഉടനെ പറയേണ്ടതായിരുന്നില്ലേ എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഈ മാപ്പ് പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ അക്ബർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ഒരു വാക്ക് പറയാൻ മാത്രമേ പറ്റൂ, അനുഭവിച്ചതൊക്കെ നമ്മളല്ലേ എന്ന് പറയുന്ന പോലെ ഈ വേദനിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ സോറി കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. പിന്നെ നിങ്ങളുടെ ചീത്തപ്പേര് അത്രയും കുറയ്ക്കാം. ആ മാപ്പുകളെക്കുറിച്ച് നല്ലോണം ഒന്ന് മാപ്പ് ചെയ്ത് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിലെ മാപ്പ് പറച്ചിലുകളെക്കുറിച്ച്. ഇനി നമുക്കറിയാനുള്ളത് ആരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് അനുമോളെ സേഫാക്കി ഇരുത്തിയിട്ടുണ്ട്. നൂറ ഒഴികെയുള്ള എല്ലാവരും നോമിനേഷനിലുണ്ടായിരുന്നു. പക്ഷേ അനുമോളും കൂടി സേഫ് ആകുമ്പോൾ നൂറയും അനുമോളും ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും എവിക്ഷൻ ലിസ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. അവരിൽ ആരാണ് എവിക്റ്റായി പോകുന്നതെന്നുള്ളത് നമുക്ക് നാളെ അറിയാൻ പറ്റും. അതിനുശേഷം വരാൻ പോകുന്ന ആഴ്ചയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇന്ത്യയിൽ 71ാമത് എന്ന് പറയുന്ന അത്രയും പൊസിഷനിലേക്ക് ഇത്രയും ഹൈപ്പ് തന്ന് നമ്മളെ കയറ്റി വിട്ടതിൽ വലിയൊരു സന്തോഷം. കുഞ്ഞു കുഞ്ഞു ചാനലുകൾക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമായിട്ടാണ് ഹൈപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. എനിക്കറിയാം ഒരാൾക്ക് എത്ര ഹൈപ്പാണ് ഒരു ആഴ്ചയിൽ കിട്ടുന്നതെന്ന്. നമ്മുടെ ഒരു വീഡിയോയ്ക്ക് 7 ലക്ഷത്തിന് മുകളിൽ ഹൈപ്പ് വരിക എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ ഹൈപ്പ് ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ വ്യൂസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ നിങ്ങൾ അത്രയും ആത്മാർത്ഥമായ ആ വീഡിയോ സ്വീകരിച്ചതുകൊണ്ടാണ് അതിനത്ര ഹൈപ്പ് കിട്ടിയതും അത് ടോപ്പ് ലെവലിലേക്ക് വന്നതും. താങ്ക് യു സോ മച്ച്. ഇനിയുള്ള വീഡിയോസിലും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.